ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഇന്നിങ്ങനെ വരാനൊരു കാരണം, ഒരു ചെറിയ കുട്ടി സർപ്രൈസ് വ്ലോഗാണിത്. പാളി പോകുന്നൊന്നും അറിയില്ല, ചിലപ്പോൾ സക്സസ് ആവൂലേ? അതെ. നാളെ ഈ വല്ലിക്കാത്താനി ഇത്താത്താനി വെട്ടിക്ക് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇന്ന് രാത്രി ചെറുതായിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. സക്സസ് ആവണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. ചിലപ്പോൾ പാളാൻ ചാൻസ് ഉണ്ട്, 100% പാളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു മഗ്‌രിബിന് നേരത്തെ തന്നെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും. ചെറിയ പീസ് ഉണ്ട് ബാക്കി. മക്കളൊക്കെ നല്ല TV കാണല്ല കേട്ടോ. ഫുൾ എല്ലാവരും നല്ല ബിസിയാണ്. കേക്കൊക്കെ വാങ്ങി ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. എന്തുണ്ടല്ലോ നാളെ സ്കൂളില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഒരു നൈറ്റ് ഒരു 10 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ പറഞ്ഞാലാണ് സർപ്രൈസ് ആവാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഒരുപാട് ആലോചിച്ചു, കുറേ പ്ലാനിങ് നടന്നു. അങ്ങനെ ചെയ്യാം, ഇത് പറയാം. ദിയാണ് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തിട്ടോ. അമ്മേൻ്റെ മോള് ദിയ എൻ്റെ കൂടെ എൻറോൾ ഉണ്ടായിരുന്നത്, അവളാണ് ഫുള്ള് പ്ലാൻ ചെയ്തത്. 12 മണിക്കാണ് ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചത്. ബട്ട് ആ സമയമാകുമ്പോഴത്തേന് എല്ലാവരും കിടന്നുറങ്ങും. ആർക്കും ഉറക്കം വെച്ചിട്ടുള്ള സർപ്രൈസിനൊന്നും ആർക്കും താല്പര്യമില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും അകത്ത് കയറിയതിന് ശേഷം അവർ വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുക കേട്ടോ, ഓരോന്ന് ഡിസ്കസ് ചെയ്തിട്ട്. ഒന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശ്വസിക്കൂല എന്നുള്ളൊക്കെ ഒരു മൈൻഡിലായിരുന്നു. എന്തായാലും എങ്ങനെങ്കിലൊക്കെ സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി ലാസ്റ്റ് ദിയ പോവാന്ന് തീരുമാനിച്ചു. ഫോൺ വിളിച്ചു പറയാം. ഞങ്ങൾക്ക് 2 പേരും ഒരുമിച്ച് വരണം, അതാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ. നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കൂ. മർസുകാക്കൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിരുന്നു കേട്ടോ. ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്നതാണ്, നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും നേരത്തെ കിടന്നിരുന്നു. മർസുക പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കും, പക്ഷെ മർസുക പറയൂല. ജീനൊക്കെ ഫുൾ സെറ്റായി നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് അവസാനിച്ചു. പാർട്ടി പ്രോപ്പർ ജിരൂരിനെ ഏൽപ്പിച്ചിരുന്നത്. ഇനി അത് പൊട്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അത് സാധാരണ പൊട്ടി ചരിത്രമില്ലല്ലോ സമയത്തിന്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഗൈസ്. പിന്നെ ഞാനും ലൂരും ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ ചിരി കേട്ടിട്ട് മുറ്റാത്ത് വിചാരിച്ചു ഞങ്ങളാരോ കരയാന്ന് കരുതി. ഇതാണ് കേട്ടോ ഒറിജിനൽ സീന്. പറഞ്ഞ പോലെ തന്നെ പാർട്ടി പ്രോപ്പർ സമയത്തിന് പൊട്ടിയില്ല. എപ്പോഴേത്തും പോലെ തന്നെ അതുപോലെ സംഭവിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഇത്താത്ത ഇക്കാക്ക് ഒരുമിച്ച് വന്നില്ല. ആദ്യം ഇത്താത്ത വന്നു, പിന്നെ ഇക്കാക്ക വന്നത് കേട്ടോ.
ആ വരുന്നത് മർസാക്കയാണ് കേട്ടോ. മർസാക്ക അറ്റ് ലാസ്റ്റ് വന്നു. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഇത്തിക്കാക്ക വന്നിരുന്നു കേട്ടോ. ഇത്തിക്കാക്ക ഉറങ്ങാൻ പോയിരുന്നു. അപ്പം ഞങ്ങളെ ബഹളമൊക്കെ കേട്ടിട്ട് ഇക്കാക്ക റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. പിന്നെയാണ് ഷെഫിക്കാക്ക വന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി പാർട്ടി പ്രോപ്പർ പൊട്ടിച്ചു. അപ്പം നിലത്തുള്ളൊക്കെ പുറക്കെടുത്തിട്ട് ഇക്കാക്ക വന്നപ്പോൾ ഇക്കാക്ക തന്നെ മേത്ത് കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് പാർട്ടി ഇത്തിക്കാക്ക പറയുന്നത് എണീറ്റ് വരിക കേട്ടോ. എന്താ നടക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഇത് CCTV ദൃശ്യങ്ങളാട്ടോ. ഇക്കാക്ക എടുത്തതാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഇക്കാക്ക തന്നതാണ്. പിന്നെ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഞങ്ങൾ അവർക്കൊരു സർപ്രൈസ് കൊടുത്തു. ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് അവരെ സർപ്രൈസ് ചെയ്യാൻ പറ്റി. ഇക്കാക്കി ഇത്താത്തയും ഹാപ്പി. ഞങ്ങൾക്ക് അത്ര മതി. ഞങ്ങൾ അത്ര കരുതിയിട്ടുള്ളൂ. മാഷാ അല്ലാഹ്. അങ്ങനെ ഇക്കാക്കും ഇത്താത്താക്കും ഹാപ്പി ആനിവേഴ്സറി. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.